ഇനി നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൈസൂർ പാക്ക് എന്ന ഒരു പലഹാരമാണ്. നമ്മുടെ ഉത്തരേന്ത്യൻ ഷെഫ് അത് എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഇതിൽ ഉൾപ്പെടുത്തുന്ന പദാർത്ഥങ്ങൾ ഗീ, നല്ല നെയ്യ്, 2 മൈദ, 3 ഷുഗർ, 4 കടലമാവ്, വെള്ളം, കളർ എന്നിവയാണ്. ആദ്യമായി ചെയ്യുന്നത് മൈദമാവും കടലമാവും തമ്മിൽ മിക്സ് ആക്കുന്നു. ഇപ്പോൾ ഈ കാണുന്ന മിശ്രിതം മൈദമാവിൻ്റെയും കടലമാവിൻ്റെയും ഒരു മിശ്രിതമാണ്. ഈ മിശ്രിതം വെള്ളത്തിൽ കുഴച്ചിട്ട് ഷുഗർ ലൈനിലൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നെയ്യിൽ വറുത്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. പഞ്ചസാര ലൈന് നിർമ്മിക്കുകയാണ്. ഈ ചീനിച്ചട്ടിയിൽ പഞ്ചസാര എടുത്ത് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് വേവിക്കുന്നു. ഇപ്പോൾ ചെയ്യുന്നത് പഞ്ചസാര ലൈനി എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ട് അതിന് അനുസൃതമായ വെള്ളത്തിൽ അത് കലക്കി വെള്ളത്തിൽ ചൂടാക്കുകയാണ്. കടലമാവും മൈദമാവും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് കടലമാവും മൈദമാവും ഗീയിൽ കുഴയ്ക്കുന്നു. കടലമാവും മൈദമാവും ആവശ്യാനുസരണമുള്ള നെയ്യിൽ കുഴച്ച് കുഴമ്പ് പോലത്തെ ഒരു ദ്രാവകം ഉണ്ടാക്കുക. കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും സുപരിചിതമായ മൈസൂർ പാവ് എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് നാം ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാം കാണുന്നത് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചസാര ലൈനിയിൽ നാം നെയ്യിൽ കുഴച്ച കടലമാവും മൈദമാവും ചേർക്കുന്നതാണ്. പഞ്ചസാര ലൈനിൽ വെന്തുകൊണ്ടിരിക്കുന്ന ഈ മാവിൽ ആവശ്യാനുസരണം നെയ്യ് ചേർക്കുന്നു. ചൂട് കൂടുന്തോറും കുറുവി വരുന്ന ഈ മാവിൽ അതിനെ മാധവമാക്കുന്നതിന് കൂടുതൽ നെയ്യ് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മിശ്രിതം കൂടുതൽ കുറുകി വരുന്തോറും ആ തീയുടെ ആക്കം കുറയ്ക്കുകയും നെയ്യുടെ അംശം കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു.
തികച്ചും പരിശുദ്ധമായ നെയ്യിലും പഞ്ചസാരയിലും ഉണ്ടാക്കിയെടുക്കുന്ന ഈ മൈസൂർ പാക്ക് ഗുണകരവും രുചികരവുമാണ്. ഒരു കലർപ്പും ഒരു മായവും ചേർക്കാതെ ശുദ്ധമായ നെയ്യിലും പഞ്ചസാരയിലും ഉരുക്കിയെടുക്കുന്ന ഈ മൈസൂർ പാക്ക് എല്ലാ അർത്ഥത്തിലും ഗുണകരവും രുചികരവുമാണ്. ഈ ചീനിച്ചട്ടിയിൽ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരുന്ന ആ മിശ്രിതം ഇപ്പോൾ ഈ ട്രെയിലേക്ക് എടുത്ത് പകർന്നൊഴിക്കുകയുണ്ടായി. ഇനി ഇത് ഇവിടെ നിന്ന് കൂളായി തീരുമ്പോഴത്തേക്ക് മൈസൂർ പാവിൻ്റെ പാചകം ഇവിടെ പൂർത്തിയാകുകയുണ്ടായി.